ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സുപ്രധാന വെളിപ്പെടുത്തലുമായി വിജയ് മല്യ നിയോഗിച്ച വിദഗ്ധൻ സെന്തിൽനാഥൻ. വിജയ് മല്യ അന്ന് നൽകിയത് സ്വർണം തന്നെയാണ്. 5 കിലോ സ്വർണത്തിൽ 2 ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞിട്ടുണ്ട്. ആകെ 30 കിലോയോളം സ്വർണമാണ് അന്ന് എല്ലാത്തിനുമായി ഉപയോഗിച്ചത്. ചെറിയ തേയ്മാനം വന്നാലും പൂർണ്ണമായും അവ ചെമ്പാവില്ല. ഇതിൽ ദുരൂഹതയുണ്ടെന്നും സെന്തിൽനാഥൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി സംബന്ധിച്ച വിവാദങ്ങൾ ഇപ്പോൾ കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പൂർണ്ണമായും അന്ന് വിജയ് മല്യയ്ക്കൊപ്പം കൂടെ ഉണ്ടായിരുന്ന വിദഗ്ധൻ കൂടിയായ സെന്തിൽനാഥൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്ന വർക്ക് തീർത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ കംപ്ലീറ്റ് പിക്ചേഴ്സ് ഈ പിക്ചർ ഉൾപ്പെടെയാണ് ഞാൻ UB ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ടായിട്ട് കൊടുത്തേക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് ഈ ഇൻസ്പെക്ട് ചെയ്ത പോർഷൻസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ദ്വാരപാലകരുടെ 2 ഇവിടുത്തെ ഡോറ്, മുകളിലത്തെ റൂഫ്, ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം വെക്കുമ്പോൾ എത്ര കിലോ? എല്ലാം മൊത്തത്തിൽ ഈ ടോപ്പിലെ റൂഫ്, ഈ മകുടം, 3 കലശം, അതേപോലെ തന്നെ ഈ ഫ്രണ്ട് ഈ പോർഷന്, ഇത് കൂടാണ്ട് ഭണ്ണാരത്തിൻ്റെ അവിടെയുള്ള സ്വർണം പൂശിയത്, ആ സൈഡിലുള്ള ചരിതങ്ങളെല്ലാം ചേർത്തിട്ട് 30.3 കിലോസ് വന്നിട്ടുണ്ട്. ഇല്ല, ഈ ദ്വാരപാലക ശില്പം മാത്രമേ ഒരു 5 കിലോസ് വരാൻ, എൻ്റെ നിഗമനത്തിൽ 5 കിലോസ് വരാൻ സാധ്യതയുണ്ട്. ഈ 2.5 കിലോ ഡിപ്രീസിയേഷൻ, അതായത് തൊട്ട് പോയിട്ടുണ്ടെന്നെങ്കിലും 1.5 എന്തായാലും കാണണം ഒരു ഒന്നത്. അപ്പോൾ രണ്ടും കൂടി ഒരു 3-3.5 കിലോ 4 കിലോ കാണാൻ എല്ലാ സാധ്യതയും. നൗ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി മുഴുവനും 2 പേരെ സൈഡിലാണ് കിടക്കണം. ഒന്ന് ദേവസ്വം ബോർഡ് വന്നിട്ട് കൊടുത്തു വിട്ടതിൻ്റെ രേഖ കാണിക്കണം. ദാറ്റ് ഗോസ് വിത്തൗട്ട് സേ. സിബി ജോസഫ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിബി, ഇതിപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ ഈ വിഷയത്തിൽ ഓരോ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് വിജയ് മല്യയുടെ ഒരു സഹായിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിയോഗിച്ച വിദഗ്ധനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്? അമൃത, എന്തായാലും ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ വലിയ വിവാദങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. അതായത് പ്രധാനമായും ഈ വിജയ് മല്യ 1997-98 കാലത്ത് വ്യവസായിയായിരുന്ന വിജയ് മല്യ ശബരിമല യുദ്ധത്തിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾക്കും കൂടാതെ ശ്രീകോവിലിൻ്റെ മേൽക്കൂരയ്ക്കടക്കം സ്വർണം പൂശിനു വേണ്ടി 30.3 കിലോ സ്വർണം നൽകിയിരുന്നു. അതിന് കൃത്യമായി താൻ സാക്ഷിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ വിജയ് മല്യ നിയോഗിച്ച പ്രത്യേക വിദഗ്ധനായിരുന്നു താൻ എന്നുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം ഈ സെന്തിൽനാഥൻ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ 97-98 കാലത്താണ് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ അടക്കം കലശമടക്കം എല്ലാത്തിൻ്റെയും സ്വർണം പൂശിയത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഈ ശ്രീകോവിലിന് ചോർച്ചയുണ്ടായി. ഈ ശ്രീകോവിലിന് ചോർച്ചയുണ്ടായപ്പോഴാണ് തന്നെ ഇത്തരത്തിൽ വിളിക്കുകയും ഇത് ഈ ചോർച്ച അടക്കം പരിശോധിക്കാനും ഇതിലെ മറ്റുള്ള കാര്യങ്ങളെല്ലാത്തിനെയും പൂർണ്ണമായും പരിശോധിക്കാൻ തനിക്ക് ചുമതലപ്പെടുത്തുകയും ചെയ്തത്. അങ്ങനെ ചുമതലപ്പെടുത്തിയപ്പോൾ താൻ നേരിട്ട് കണ്ടത് അന്ന് ഈ ശ്രീകോവിലിന്റെ മേൽക്കൂരയിലെ പാളികൾ, കലശം, 2 ദ്വാരപാലക ശില്പങ്ങൾ, ചുറ്റുമുള്ള ചരിത്രങ്ങൾ, ചുമരിലെ തൂണ, ഭണ്ഡാരം ഉൾപ്പെടെ എല്ലാം തന്നെയും പൂർണ്ണമായും സ്വർണം പൂശിക്കുകയായിരുന്നു. അതായത് 30 കിലോളം സ്വർണം പൂശിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വർണം ഉണ്ടായിരുന്നു എന്നതാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ മാത്രം 5 കിലോയോളം സ്വർണം ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നു. പിന്നീട് 2019 ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇത്തരത്തിൽ സ്വർണം പൂശാൻ വേണ്ടി എത്തിച്ചതാണ് ഇപ്പോൾ വിവാദമായത്. പക്ഷേ അവിടെ ഈ ചെന്നൈയിലെ സ്മാർട്ട് റിക്രിയേഷൻസ് പറയുന്നത് തങ്ങളുടെ പക്കൽ എത്തിയപ്പോൾ ഇത് പൂർണ്ണമായും ചെമ്പ് പാളിയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് 99 പൂർണ്ണമായും സ്വർണ്ണമായിരുന്ന, ഏകദേശം 5 കിലോളം സ്വർണ്ണമായിരുന്ന ഈ ദ്വാരപാലക ശില്പങ്ങൾ ഈ 2019 ആകുമ്പോൾ എങ്ങനെ അത് ചെമ്പായി മാറി? ഇതിൽ പ്രത്യേകമായ ദുരൂഹതയുണ്ട്. ഇതിന് ദേവസ്വം ബോർഡും സർക്കാരും മറുപടി പറയണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇനി കാലപ്പഴക്കം കൊണ്ട് സ്വർണം കുറഞ്ഞാൽ പോലും ഏകദേശം 1 കിലോയോളം, 5 കിലോ സ്വർണ്ണത്തിന് 1 കിലോ സ്വർണ്ണം വേണമെങ്കിൽ കുറയാം, എങ്കിൽ പോലും 4 കിലോ സ്വർണം കാണേണ്ടതാണ്. ഇവിടെ തീർത്തും ചെമ്പ് പാളിയാണ് എന്നുള്ളതാണ് ഈ ചെന്നൈയിലെ ഈ കമ്പനി പറയുന്നത്. സ്വാഭാവികമായും അതിൽ വളരെ വലിയ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു നിർണായകമായ വെളിപ്പെടുത്തലാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഫോട്ടോ സഹിതം, അന്ന് അദ്ദേഹം നേരിട്ട് കണ്ട ആ ഫോട്ടോ സഹിതം ശ്രീകോവിലിന്റെയും ഈ ദ്വാരപാലക ശില്പങ്ങളെല്ലാം തന്നെയും ഫോട്ടോ സഹിതം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹം മീഡിയ വണ്ണോട് ഈ കാര്യം വിശദീകരിച്ചത്. ശരി.